ഐശ്വര്യ. എന്റെ പേര് വിനീത. വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മദർ-ഇൻ-ലോ ടാഗ് ആണ്. മദർ-ഇൻ-ലോ ടാഗ് അല്ല, Q&A വിത്ത് മദർ-ഇൻ-ലോ ആണ്. അപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞ് ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഐഡിയാസ് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മേനെ കിട്ടിയത്. ഏട്ടനും ഒന്നും പറയാൻ കിട്ടിയ അവസരം അങ്ങനല്ല, അമ്മനെ യൂസ് ചെയ്യണത്. അപ്പൊ ഞാൻ അമ്മയുടെ ദിവസം നമുക്ക് Q&A ചെയ്തത്. അപ്പൊ അമ്മ പിന്നെ റെഡിയാണ്, നമുക്ക് പറ്റിയ ടീം ആയതുകൊണ്ട് പിന്നെ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു, റെഡി പറഞ്ഞു. അപ്പൊ നമ്മള് കമന്റ് ടാബിൽ ഇട്ടോ. അപ്പൊ തന്നെ അമ്മയോട് ചോദിച്ചാൽ അമ്മ ഓക്കെ പറഞ്ഞു. അപ്പൊ തന്നെ കമന്റ് ടാബിലേക്ക് പറഞ്ഞു പോരട്ടെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞപ്പോ 64 ക്വസ്റ്റ്യൻസ്, 10-600 ക്വസ്റ്റ്യൻസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തോ? അല്ല, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അത് ശരിയാ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു 10 മിനിറ്റിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് ഭയങ്കര കോമഡി ചിരിയായിരുന്നു. അപ്പൊ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടോ ആൻസർ ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ പറഞ്ഞ മാതിരി സമയവും സന്ദർഭവും ലൈറ്റും വെളിച്ചവും എല്ലാം ഒത്തു വന്നാലും ഇതൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇന്ന് നിങ്ങൾ ചോദിച്ച ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പോണത്. ഒരു അറൌണ്ട് 600 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് എല്ലാം ആൻസർ ചെയ്യണത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ഞാനൊരു ചാനൽ ഇറക്കേണ്ടി വരും അതെല്ലാം ആൻസർ ചെയ്യാൻ വേണ്ടി പോയാല്. പിന്നെ അതുമല്ല, കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഒരു മെജോറിറ്റി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് കുറച്ചൊരു 10-25 ക്വസ്റ്റ്യൻസ് ഞാനടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പോണത്. അല്ലെ, അമ്മയ്ക്കാണ് പക്ഷെ മെജോറിറ്റി ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ഇന്നത്തെ സംസാരിച്ച സമയമാണ്. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്നും വിചാരിക്കുന്നു. അതെ അതെ, നമുക്ക് തുടങ്ങാം, യുദ്ധത്തിലേക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നോടാണ്. അപ്പൊ അച്ഛനും അമ്മയും അങ്ങനെ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതെ, ഇപ്പൊ നമ്മളുടെ പ്രത്യേകിച്ച് കിരണിന്റെ, ഇപ്പൊ എനിക്കിപ്പോ ഇവിടെ നിന്നാണെങ്കിൽ വർക്ക് ചെയ്യാം. അപ്പൊ കിരണിന്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ ആ ഒരു കരിയറിന് ഏതാണ് ബെസ്റ്റ്, അങ്ങോട്ട് മൂവ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് ചുമതല വെക്കാനായിട്ട് ഏറ്റവും നല്ല കാര്യം. അതെ, ഇൻ കേസ് അവര് പറഞ്ഞാൽ നിങ്ങൾ നാട്ടിലേക്ക് പോരുമോ, അത് ഞാൻ എങ്ങനെ അത് ആൻസർ ചെയ്യുമ്പോ എനിക്കിപ്പോ എവിടെ നിന്ന് വേണമെങ്കിലും കിരണിന്റെ ജോലി അതാണ്, കിരണിന്റെ ജോലി കിട്ടിയ നാട്ടില് അല്ല പുറത്താണെങ്കിൽ അത്രേ ഉള്ളൂ. കിരണ് ഇപ്പൊ നാട്ടിലേക്ക് വരണം, അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും അത്യാവശ്യം നമ്മൾ നാട്ടിലേക്ക് പോകണമെന്ന് വെച്ചാൽ ഞാൻ റെഡിയാണ്. എനിക്ക് ഞാൻ പണ്ടേ പറഞ്ഞല്ലോ എനിക്ക് നാടാൻ ഇഷ്ടം എന്നുള്ളത്. അപ്പൊ അതാണ് ആദ്യത്തെ പ്രശ്നം. തീർച്ചയായിട്ടും മരുമകളെ, കാരണം എനിക്ക് വർത്താനം പറയണം. നമ്മള് പോകുമ്പോ മിണ്ടാണ്ടിരിക്കുന്നത് നമ്മൾക്ക് അത്ര ഒരു സുഖമുള്ള കാര്യമല്ലല്ലോ. പ്രത്യേകിച്ച് വേൾഡ് ടൂറിന് ചാൻസ് ഉണ്ടെങ്കിൽ രണ്ടുപേരും കൊണ്ടു, അല്ലെങ്കിൽ മരുമകളെ കൊണ്ടു. അതെ, ഞങ്ങള് ജാങ്കോ ടീംസ് ആണ്. ആദ്യം ഇറങ്ങും. പിന്നെ ചേച്ചി ഇവിടെ ഇല്ലല്ലോ, ധൈര്യമായിട്ട് പറയാം. ഒരെണ്ണം കൂടി ഉണ്ട്. പിന്നെ ആയുഷ് ചേച്ചിയിൽ ഇഷ്ടപ്പെട്ട 2 പോയിന്റ്, പിന്നെ ഇഷ്ടമുള്ളത് 2 പോയിന്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ടും ഇതാണ് മെയിൻ ആയിട്ട് വന്നേക്കണെന്ന് പറയുന്നത്. ഒരു മെയിൻ ക്വസ്റ്റ്യൻ. അമ്മയുടെ 5 നെഗറ്റീവ് പോസിറ്റീവ്, എന്റെ 5 നെഗറ്റീവ് പോസിറ്റീവ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കടുകട്ടിയായിപ്പോ നമുക്ക് 2 ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് 2 പോസിറ്റീവ് നെഗറ്റീവ് ആണോ പറഞ്ഞേക്കുന്നത്? അത് പറയാം. പോസിറ്റീവ് ഒന്നാമത് ഇത് കഴിഞ്ഞ ഇതില് നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോ ഒരു ഭയങ്കരമായിട്ട് നമ്മളൊരു വീട്ടുകാര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മള് അങ്ങനെ ഒരു കംപ്ലൈന്റ് ആൾക്കാർക്ക് തോന്നാം, പൊക്കിക്കൊണ്ട് നടക്കുകയാണ്, അല്ലെങ്കിൽ പരസ്പരം പൊക്കുകയാണ്. അതൊരു സുഖമായിട്ടുള്ളതല്ല. പിന്നെ എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഐശ്വര്യയുടെ ഒരു പ്രസന്നസ് അതെനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. പിന്നെ 2 പറയാൻ പറഞ്ഞാൽ ഞാൻ എന്ത് പറയാനാണ്, എല്ലാവർക്കും ഉള്ള മാതിരിയുള്ള ഒരു മനുഷ്യര് അത്ര. പിന്നെ ഇത്തിരി മാറ്റം എന്താണ് ഞാൻ പറയുന്നത്, ഇത്തിരി നോൺ കഴിക്കൽ കുറച്ച് കൂടുതലാണ്, അതൊന്ന് കുറയ്ക്കണം. പിന്നെ ഉള്ളത് എടുത്തുചാട്ടം. പിന്നെ എന്താ വെച്ചാൽ ഈ പ്രായത്തിൽ എനിക്ക് എടുത്തുചാട്ടം കൂടുതലായിരുന്നു. എനിക്ക് പ്രായമായതുകൊണ്ട് ഞാൻ ഇരുന്നു മാറി ഐശ്വര്യയിരിക്കുമായിരിക്കും ആ പ്രായമാവും. പറയാനുള്ള മെയിൻ കാര്യമാണ് കിരണിന്റെ അച്ഛന് തന്നെ എന്നോട് പറയണത്, നിനക്ക് ഭയങ്കര എടുത്തുചാട്ടാണ്, നീ മിണ്ടിയാ മതി എല്ലാത്തിനും ചാടി കയറി അങ്ങോട്ട് പുറപ്പെടാനായിട്ട്. എന്റെ 2 നെഗറ്റീവ്, ഒരു പോസിറ്റീവ് എന്നെ കൊടുമേ. അതെ അതെ അതെ, ബാക്കിയെല്ലാം പോസിറ്റീവ് ആണെന്നാണ് മനസ്സിലായോ? എല്ലാം പോസിറ്റീവ് പറയാ.
പോസിറ്റീവ് കൂടുതൽ പറഞ്ഞാൽ പറയും ഇതേ കണ്ടില്ലേ പരസ്പരം ഇരുന്ന് പുകഴ്ത്തുകയാണ് കുറെ ആൾക്കാർ. എന്റെ ഇത് തന്നെ പിന്നെ ഉണ്ടല്ലോ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മദറിലോട്ട് അങ്ങനെയൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്നെങ്കിൽ ഞാൻ ഇവിടെ പിൻ ചെയ്യാൻ വരാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടാം, അത് കണ്ടോളൂ കേട്ടോ. അതിനകത്ത് ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ വിളിയിട്ടുണ്ട്. അതൊക്കെ ഓൾറെഡി അതൊരു സുഖമില്ല എല്ലാം റിപ്പീറ്റ് ചെയ്യണം. അത് തന്നെ. ഇനി നമുക്ക് പണി തരാൻ വേണ്ടി പോകുന്നത് സൂസൻ ജേക്കബ് ആണ്. സൂസൻ ജേക്കബ് 12 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കി? ചേച്ചിയും അമ്മയും കിരൺ ചേട്ടനിൽ നിന്ന് മറച്ചു വെച്ച ഒരു ചെറിയ രഹസ്യം. ഒന്ന്, ഞാൻ ഒരിക്കലും രഹസ്യം മറച്ചു വെക്കാൻ, എനിക്ക് രഹസ്യമില്ല, ഒക്കെ പരസ്യം. എനിക്ക് രഹസ്യമാക്കി വെക്കാൻ കഴിയുമില്ല. എന്റെ അച്ഛൻ അപാര ഒച്ചയാണ്. ഇതിപ്പോ ഞങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്യണം നമ്മുടെ കസിൻസ് മുഴുവൻ അറിഞ്ഞിട്ടുണ്ടോ? ഇപ്പത്തെ റോഡ് സൈഡാണ്. എന്റെ ഒച്ച സാധാരണ റോഡിന്റെ അപ്പുറത്തുള്ളവരും കൂടി പറയും അവിടെ നിന്ന് വരുമ്പോഴേ കേൾക്കാൻ എന്റെ ഒച്ചാണ്. ഞാൻ എങ്ങനെ അതുമല്ല ഇപ്പൊ രഹസ്യം അങ്ങനെ ഒന്നുമില്ല. എന്ത് രഹസ്യമാണ് നമ്മുടെ വീടുകളിലെ ആൾക്കാർ തമ്മിലുള്ളത്? അപ്പൊ പിന്നെ പറയാൻ പാടില്ല. അതുമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാനും അമ്മയെന്ന് പറഞ്ഞാല് ഇപ്പൊ ബാംഗ്ലൂരിലായ സമയത്ത് നമ്മള് രാവിലെ ഒരു 3/4 മണിക്കൂർ മിനിമം സംസാരിക്കുന്ന ആൾക്കാരാണ് ഡെയിലി. അപ്പൊ ഇനി അങ്ങനത്തെ പിന്നെ ഞാനും ഞങ്ങൾ ഭയങ്കര ഓപ്പൺ റിലേഷൻഷിപ്പ് ആണ്. നമുക്ക് അങ്ങനെ ഒരാൾ മറച്ചു വെച്ച് ഇങ്ങോട്ട് രഹസ്യം അങ്ങോട്ട് രഹസ്യം അങ്ങനെ ഒരു വീട്ടിൽ അങ്ങനെ രഹസ്യം പറഞ്ഞാൽ പിന്നെ തീർന്നു, അത്രേ ഉള്ളൂ. അത് തന്നെ. അപ്പൊ പരസ്പരം ഒരു ബഹളായി അടിയായി പിടിയായി. അതെ, അപ്പൊ നമുക്ക് രഹസ്യം ഇല്ലെന്നുള്ളതാണ് ആദ്യത്തെ. രണ്ടാമത്തെ, അമ്മയ്ക്ക് എപ്പോഴാണ് ചേച്ചി എനിക്ക് പറ്റിയ മരുമകളാണെന്ന് തോന്നിയിരുന്നത്? അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. അമ്മയുടെ സങ്കല്പത്തിൽ മരുമോളായിരുന്നു അമ്മ ഞാൻ. എനിക്ക് സങ്കല്പത്തിൽ മരുമോളെ പറ്റി ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തെറ്റിയില്ല. അങ്ങനെ ഒന്നും സങ്കല്പത്തില് നമ്മൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അത് ഇപ്പൊ കിരണ്ട അച്ഛൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും ആഗ്രഹിക്കരുത്, സങ്കല്പിക്കരുത്. അപ്പൊ നമ്മൾ അങ്ങനെ പിന്നെ ഒന്നാമത് അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ എന്നതാണ് വാസ്തവം. ചിന്തിക്കുന്നതിന് മുന്നേ സെറ്റ് ആയി. അതും വാസ്തവം. ചിന്തിക്കാൻ അവസരം കിട്ടിയില്ല. ഇനി അടുത്തത്, അമ്മ ചേച്ചിയോട് പറഞ്ഞ വാക്കുകളെ ഒരിക്കലും മറക്കാത്തത്. ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് എന്റെ അടുത്ത് അമ്മ എന്നെ എപ്പോഴും പറയാറുണ്ട്. അല്ലെ, എന്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഒരാഴ്ച ഞാൻ ഭയങ്കര ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ തന്നെയാണ്. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ആൾക്കാരെ അനലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. എനിക്കത് ഭയങ്കര കുറവാണ്. ഭയങ്കര പൂറാണെന്നല്ല പറഞ്ഞത്, കമ്പാരിറ്റീവ്ലി ഇത്തിരി കുറവാണ്. അപ്പൊ ഞാൻ എന്നോട് കുറച്ച് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അകമ്പഴിഞ്ഞ് സ്നേഹിക്കും. അത് എന്റെ അടുത്ത് അമ്മ പറയാറുണ്ട്, അത് സൂക്ഷിക്കണം. തീർച്ചയായും അത് ശരിയാണ്. അതൊരു വലിയൊരു ലൈഫ് ലെസൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാവരും അത് പാലിക്കുന്നത്. നമ്മൾ ഒരാളെ കണ്ണടച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല, എക്സെപ്റ്റ് നമ്മുടെ സിബ്ലിങ്സ്, പേരൻസ്. അല്ലാണ്ട് നമ്മൾ ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കുന്നതാണ്, അല്ലെ? തീർച്ചയായിട്ടും. അതെ. ഇനി അടുത്തത്, അമ്മയുടെ പാരനോർമൽ എക്സ്പീരിയൻസ്, വല്ല പ്രേത എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അമ്മയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ അമ്മയ്ക്ക് ചേച്ചിയിൽ ഇഷ്ടമില്ലാത്ത കാര്യം, അത് അമ്മ പറഞ്ഞു. അമ്മ ചേച്ചിയോട് കിരൺ ചേട്ടനോട് പറയരുതെന്ന് പറഞ്ഞ കാര്യം. പക്ഷെ എന്റെ ദൈവമേ, കിരൺ എന്റെ മോനല്ലേ, അപ്പൊ ഞാൻ അവനോട് പറയരുതെന്ന് പറഞ്ഞ ചേച്ചിയോട് എന്തെങ്കിലും പറയുമോ? ഇവിടെ ഏട്ടന്റെ അടുത്തേക്ക് പല കാര്യങ്ങളും ന്യൂസ് എത്തിക്കുന്നത് ഞാൻ വഴിയാണ്, അതാണ് സത്യം. അങ്ങനെയൊന്നുമില്ല കേട്ടോ, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അമ്മയുടെ കുട്ടിക്കാലത്തെ ഒരു മറക്കാനാവാത്ത ഓർമ്മ? എന്റെ കുട്ടിക്കാലം മറക്കാനാവാത്ത ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളുണ്ട്. അത് ഏത് ഓർമ്മയാണെന്നാ ഞാൻ പറയാം. കോമഡി ലാസ്റ്റ് പറയാം നമുക്ക്. അമ്മ ഓർത്ത് പറ്റും പുറത്തെടുക്കോ, അമ്മേനോട് ഒരു പാട്ട് പാടാൻ പറയാം. അത് മാത്രം പറയുന്നത്, കാരണം പാറപ്പുറത്ത് ചേട്ടിട്ട് പറയുന്ന ഒച്ചയാണ് ഞാൻ നിർബന്ധിക്കുന്നില്ല. ഉള്ള സബ്സ്ക്രൈബേഴ്സും കൂടി ഇട്ടുവരുന്നോ. ഇനി അടുത്തത്, ചേച്ചി ഏതെങ്കിലും ഡ്രസ് ഇട്ടിട്ട് അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്തിട്ട് അമ്മ വിളിച്ച് അത് ഇടരുത് മോളെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മളെന്താ മറ്റേ സീരിയലിലാണ് താമസിക്കണത്, ജീവിക്കണത്. നിങ്ങൾക്ക് ഒരുപാട് സീരിയൽസ് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കാണാറില്ല, ഞാൻ സീരിയൽസ് ഒരിക്കലും കാണാറില്ല. അതുകൊണ്ട് പിന്നെ അത് ഡ്രസ്സിങ്ങും ഓരോരുത്തരുടെ ഇഷ്ടം. അതേ അവന്റെ കുംബ്ലിംഗ് പറഞ്ഞ മാതിരി പെൺകുട്ടികൾക്ക് അത്യാവശ്യം ഫ്രീഡം നൽകുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. അത് തന്നെയല്ല, ഡ്രസ്സിന്റെ കാര്യത്തിലായാലും എന്നോട് ഞാനിട്ടത് വേറൊരാൾ പറയണ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല മാറുന്നു പറഞ്ഞാൽ അതേ വികാരം തന്നെ ആയിരിക്കില്ല ഞാൻ വേറൊരാളോട് പറഞ്ഞത്. ഞാൻ മിക്ക കാര്യങ്ങളും അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണ്. എന്നോടൊരാൾ പറഞ്ഞാൽ എനിക്ക് എന്ത് ഫീലിംഗ് തോന്നും അതേമാതിരി തന്നെയാണ് ഞാൻ വേറൊരാളോട് പറഞ്ഞാൽ അയാൾക്കുള്ള ഫീലിംഗ്. എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല.
ഞാൻ പറയാറില്ല. പിന്നെ എനിക്ക് അത്രയ്ക്ക് ബോറായിട്ട് പോവാറില്ല. അതാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോ എന്തൊക്കെയാണ് ഡ്രസ് ചെയ്ത ബാംഗ്ലൂരിൽ നമ്മൾ പിന്നെയും കുറച്ച് അടിപൊളിയായിട്ടൊക്കെ നടക്കാറുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോ നമ്മള് നോർമലാണ് അല്ലേ? ഞാൻ ഭയങ്കര ഡീസന്റ് നാട്ടിൽ വന്നത് കട്ട ഡീസന്റ് അല്ല എന്നാലും സ്ലീവ്ലെസ് ഇടുന്നത് ഒരു ഇതുണ്ടോ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ കുട്ടികളായിട്ട് നടക്കുന്നത് കാണുന്നത് ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് നടക്കുന്നത് കാണാൻ തീർച്ചയായിട്ടും. അതെ. പിന്നെ അടുത്തത് കല്യാണം കഴിഞ്ഞ് ചേച്ചി അമ്മയോട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യം. കല്യാണം കഴിഞ്ഞ ഉടനെ എനിക്ക് അമ്മയോട് ആദ്യം പീരീഡ്സ് ആയപ്പോ എനിക്ക് ചോദിക്കാൻ തോന്നിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടൊരു വീട്ടിലേക്ക് അതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഓപ്പൺലി ഞാൻ പറയാണ്. പക്ഷെ നമ്മളൊരു പുതിയ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും കിരണിനെ പിന്നെ എനിക്ക് നേരത്തെ വർഷങ്ങളായിട്ട് പരിചയമുള്ളത് കൊണ്ട് എനിക്ക് കിരണിന്റെ അടുത്ത് പറയാം, അമ്മ ഒരു സ്ത്രീയാണ്, ഒരു മോളും ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു പുതിയ വീട്ടിൽ എനിക്ക് അതായിരുന്നു ആദ്യമായിട്ട് ഇവിടെ വീട്ടിൽ വന്നിട്ട് ഒരു വെപ്പറാളോ അത് മാത്രമാണ്. അല്ലാണ്ട് അങ്ങനെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ചേച്ചിയുടെ കുക്കിങ്ങിനെ പറ്റി അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് വലിയ കുക്കിംഗ് അറിയാത്ത കാരണോട് ആര് കുക്ക് ചെയ്താലും എനിക്ക് നോർമൽ. ശരി, ഞാനൊരു ഹോസ്റ്റലിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് 8ാം ക്ലാസ് തൊട്ട് ഡിഗ്രി കഴിയണവരെ ഞാൻ ഹോസ്റ്റലിലാണ് പഠിച്ചിരിക്കണേ. അപ്പൊ അവിടുത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ ആര് എന്ത് വെച്ച് തന്നാലും എനിക്കിഷ്ടം, ഹാപ്പിയാണ്. എനിക്കങ്ങനെ കുക്കിംഗ് ഒന്നും വലിയ ഹൈ ലെവൽ കുക്കിങ്ങോ അല്ലെങ്കിൽ പരീക്ഷണമോ ഒന്നും എനിക്ക് അറിഞ്ഞില്ല. അമ്മ ഇങ്ങനെ അതുപോലെ നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ വേണ്ടി അമ്മ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും. പിന്നെ ചേച്ചി ഒരു അടിപൊളി കുക്കാണ്. സത്യം പറയാന്നുണ്ടെങ്കിൽ അതെ, അതുകൊണ്ടാണ് എനിക്ക് നല്ലവണ്ണം ചീത്ത കിട്ടാറുണ്ട്. എന്റെ കുക്കിംഗ് ശരിയല്ല. അപ്പൊ പിന്നെ ഞാൻ ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ ചേച്ചി അത്രയൊന്നുമില്ല കേട്ടോ. ചേച്ചി പിന്നെ പല സാധനങ്ങളൊക്കെ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. അതൊന്നുമില്ല, ഞാനും ഏകദേശം ഒരു ഈസി കുക്കിംഗ് ആണ്. എനിക്ക് അങ്ങനെ അധികം മെനക്കെട്ടൊന്നും ഇഷ്ടമില്ല. കുറെ ഈസി റെസിപ്പീസ് ആയിരിക്കും. അപ്പൊ വലിയ കുഴപ്പമില്ല, സമാധാനമായിട്ടേ. അമ്മ ചേച്ചിക്ക് മുന്നേ ചേട്ടനെ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ കല്യാണം? ഇല്ല, ചാൻസ് കടക്കുമ്പോഴേക്കും ഇങ്ങോട്ട് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ എന്തിനാ ആലോചിക്കുന്നത്? എല്ലാം ചിന്തിക്കുന്നതിന് മുന്നേ അതെ എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ലക്ഷ്മി കൃഷ്ണയാണ് കേട്ടോ. ഓക്കെ, ഒരു 3 ക്വസ്റ്റ്യൻസ് ലക്ഷ്മി കൃഷ്ണ ചോദിച്ചേക്കുന്നതൊക്കെ ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ചേട്ടന്റെയും ചേച്ചിയുടെയും ലവ് ലൈഫിന് അമ്മ മാർക്ക് ഇട്ടാൽ ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കും? അവരുടെ ലവ് ലൈഫിന് മാർക്കുണ്ട്, അവരല്ലേ മാർക്കുള്ളത്. എന്റെ ലവ് ലൈഫിനാണെങ്കിൽ ഞാൻ മാർക്കിടാം. നമ്മുടെ ലവ് ലൈഫിന് എത്ര മാർക്കാണ്? ഒന്ന് ഞാൻ ലവ് ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് മോഹമൊക്കെ ഉണ്ടായിരുന്നു. അത് പണ്ട് നമ്മൾ പറയില്ലേ, എനിക്ക് ഡോക്ടറാണെന്ന് മോഹം ഉണ്ടായിരുന്നു. എന്റെ മക്കൾ മുഖാന്തരം ഞാനത് സാധിച്ചു. അതുമാതിരി പാട്ട് പാടുന്നുണ്ടായിരുന്നു, മക്കൾ സാധിച്ചു. അതേമാതിരിയാണ് എന്റെ ലൈഫ്. എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അതിനൊന്നും സമ്മതിക്കും. അച്ഛനും അമ്മയ്ക്ക് അത് ഭയങ്കര വിഷമാണ്. അപ്പൊ അവരെ ഞാൻ ഇത് ചെയ്തിട്ട് ഞാൻ അങ്ങനെയുള്ള ഒരു, നമുക്ക് ചാൻസ് കിട്ടാണ്ടല്ല, ചാൻസ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നിന്ന് അവരുടെ ഒരു ഇതിനനുസരിച്ച്. അതെ. പിന്നെ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോൾ എന്റെ കല്യാണം കഴിഞ്ഞു. അത് ചിലപ്പോ എന്റെ അച്ഛൻ എന്റെ സ്വഭാവം അറിഞ്ഞിട്ടായിരിക്കും അമ്മയും വഴിച്ച് കെട്ടിച്ചു കൊടുത്ത്, അതറിയില്ല എന്തായാലും. അപ്പൊ പിന്നെ എനിക്ക് അതിനെ പറ്റിട്ടൊന്നും പറയാൻ പറ്റില്ല. അമ്മയുടെ ഫീൽഡ് അല്ലാതെ നമ്മൾ മാർക്കുള്ളത് എന്റെ ഫീൽഡ്. അമ്മ ഇപ്പൊ ഈ ക്വസ്റ്റ്യന് അമ്മ ഇപ്പൊ ആൻസർ ചെയ്തു. അമ്മയ്ക്ക് ലവ് ഉണ്ടായിരുന്നോ when she was in love? അതെ. Okay, a moment when mother-in-law and daughter-in-law emotionally got attached. നമ്മൾ എന്തായാലും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ സീരിയലിലല്ലേ നടക്കുള്ളൂ. വീട്ടിലങ്ങനെ നടക്കുവോ? ഇമോഷണലി അറ്റാച്ച് ഒന്നാമത് നമ്മളൊരു 1.5 കൊല്ലമാണ് ശരിക്കും ഒരുമിച്ച് നിന്നേക്കുന്നത്. 6 years ആവാൻ കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും ആ 1.5 കൊല്ലത്തിൽ അങ്ങനെ ഇമോഷണലി അറ്റാച്ച്ഡ്. ഇപ്പൊ ഇമോഷൻ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഇമോഷൻ ഉണ്ട്. അതിനകത്ത് കോമഡി ഇമോഷൻ ആണെങ്കിൽ ഞങ്ങൾ കംപ്ലീറ്റ്ലി അറ്റാച്ച്ഡ് ആണ്. ഫുൾ ഡേ ഞങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അല്ലാണ്ട് നമ്മൾ കരഞ്ഞ് അല്ല അങ്ങനെയൊന്നും അറ്റാച്ച്ഡ് ബട്ട് അങ്ങനെ കരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാവുമോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ കംപ്ലീറ്റ്ലി ക്ലൂലെസ് ആണ് ആ ഒരു കാര്യത്തില്. നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി ഒരു നമ്മ പറഞ്ഞാ പറയാ
ഞാൻ ഫസ്റ്റ് പറഞ്ഞത് തന്നെ പാവാള വർത്താനം അത് ഭയങ്കര സിമിലാരിറ്റിയാണ്. എന്താ പറയണെന്ന് പറയാൻ അറിയാണ്ടുള്ള രണ്ടുപേർക്ക് ശബ്ദം കൂടുതലാണ്, രണ്ടുപേരും സൗണ്ട് കൂടുതലാണ്, രണ്ടുപേരും എടുത്ത് ചാട്ടക്കാരാണ്. അതെ, പിന്നെ രണ്ടുപേരും എന്താ ഇപ്പൊ അമ്മയാണെങ്കിൽ എന്നെ ഒരു കാര്യം നിർബന്ധിക്കാറില്ല, ഞാനാണെങ്കിൽ അമ്മേനെ നിർബന്ധിച്ചോടെ ഒന്നും അങ്ങോട്ട് ചെല്ലാറില്ല അല്ലെ. നമ്മളിങ്ങനെ എന്താ ഒരു ഇൻഡിവിജ്വൽ സ്പേസ് തന്നിട്ടാണ് നമ്മൾ അല്ലെ, ഒരു റെസ്പെക്ട് ഉണ്ട്, ഇൻഡിവിജ്വൽ റെസ്പെക്ട് ഉണ്ട്. ഞങ്ങൾ ഇപ്പൊ നമ്മള് രണ്ടുപേരും തന്നെ വീട്ടിലെല്ലാവരും ആരും ആരോടും അങ്ങനെ ഒരുപാട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞു തീയെ അല്ലെങ്കിൽ ഭയങ്കര ഒന്നുമില്ല. അവരവരുടെ എല്ലാവരും അവരവരുടെ ലൈഫാണെന്ന് വിചാരിച്ചിട്ട് രണ്ട് വഴി എല്ലാവരും ഒരു 4 വഴിക്ക് പോവല്ലോ. അതെ അതെ തന്നെ ഒരു അങ്ങനെ നോർമലാണ്. അങ്ങനെ നമ്മള് ഭയങ്കര സംഭവമല്ല, അങ്ങനെ ഒന്നും നിർബന്ധിക്കാറില്ല. നമ്മൾ ഭയങ്കര വർത്തമാനാണ്, ഭയങ്കര നമ്മൾ ഫ്രണ്ട്സിന് ഉണ്ടാകാറുണ്ട്, നമ്മൾ രണ്ടും ഭയങ്കര ഒച്ചയാണ്, നമ്മൾ രണ്ടും ഭയങ്കര എടുത്തുചാട്ടൊക്കെയാണ് അല്ലെ. അത്രയൊക്കെ തന്നെ അല്ലേ. അമ്മ പിന്നെ എന്നെക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആണ്. അത് പ്രായത്തിൽ ഒട്ടും സ്ട്രോങ് ആയിട്ട് എന്നെങ്കിലും സ്ട്രോങ് ആകുമായിരിക്കും. അല്ല, അതെന്തായാലും നമ്മുടെ ഏജ് പോകുന്തോറും നമ്മൾ സ്ട്രോങ് ആയിട്ട് വരും. അതാണ് ജീവിതം. അല്ലെങ്കിൽ സ്ട്രോങ് ആയില്ലെങ്കിൽ അത് ജീവിതം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ശ്രേയ സുരേഷ്, ഇത് കുറെ പേര് ചോദിച്ച ചോദ്യമാണ്. വഴക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, വേണ്ടെങ്കിൽ വേണ്ട. അല്ല, ഒരു നിസ്സാര കാര്യത്തിന് പോലും നമ്മള് കണ്ടു ഞാൻ ചെയ്തത് ശരിയായില്ല, ഇത് ചെയ്തത് ശരിയായില്ല, അങ്ങനെ ചെയ്തൂടെ ഇങ്ങനെ ചെയ്തൂടെ, എന്നോട് അത് പറഞ്ഞു എന്നോട് ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി രണ്ടുപേരും കൂടി വഴക്കാം. അതാണ് ഒരു അഭിപ്രായ വ്യത്യാസമല്ല, നമ്മൾ പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യണത് കൊണ്ടാകുന്നതാണ്. അപ്പൊ ഒരാള് പറഞ്ഞിട്ടത് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ അമ്മ എന്തെങ്കിലും ഐശ്വര്യ ഇങ്ങനെയല്ല മാറ്റിയ പോലെ ചെയ്ത് നോക്കുന്നു ഞാൻ റെഡിയാണ്, അല്ലെ ഞാൻ അമ്മയുടെ പറയണെങ്കിൽ അമ്മയും ചേഞ്ച് ചെയ്യാൻ റെഡിയാണ്. ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാനുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പറയുള്ളൂ, അല്ലാണ്ട് നമ്മൾ അനാവശ്യമായിട്ട് കണക്കണ പറഞ്ഞിട്ട്. നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരാളെന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പൊ മേ ബി നമുക്ക് കുറെ സിമിലാരിറ്റീസ് ഉള്ളതുകൊണ്ടായിരിക്കും ആ ഒരു എന്താ ഒരു വേവ് ലെങ്ത് സെയിം ആയതുകൊണ്ടേക്കും ഫ്രണ്ട്സ് ഒക്കെ തമ്മിൽ നമ്മൾ വേവ് ലെങ്ത് അങ്ങനെ വലിയ വഴക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് കുറെ വേവ് ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഈവൻ ഇങ്ങനെ ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ എങ്ങനെ ചെയ്ത് നോക്കാം അമ്മയെന്ന് പറഞ്ഞാൽ മാറ്റാനും ഞാനും റെഡിയാണ്, അമ്മയും റെഡിയാണ്. അതാണ് സത്യം പറഞ്ഞാൽ ഒരു മദറിൻലോ ആൻഡ് ഡോട്ടറിൻലോ റിലേഷൻ എന്നുള്ള ചിന്തയിൽ ഇപ്പൊ പണ്ട് എന്റെ മദറിൻലോ പറഞ്ഞ മാതിരി നമുക്ക് അങ്ങനെ മദറിൻലോ അത് തന്നെ സത്യം ശരിക്കും കേട്ടോ. എനിക്കങ്ങനെ ഞാൻ വളരെ പാമ്പേർഡ് ആൻഡ് സ്പോയിൽഡ് എന്ന് പറയല്ലേ, പാമ്പേർഡ് ആയിട്ടുള്ള ഒരു ചെറുതാണ്. എന്റെ ചേച്ചിനേക്കാളും 6 വയസ്സുള്ളതാണ് ഞാൻ. അപ്പൊ അങ്ങനെ അപ്പൊ എന്നെ കല്യാണം ഇപ്പോഴും എന്റെ അമ്മ വാവയിലൊക്കെ വിളിക്കണം, അപ്പൊ എന്നെ ഈ രൂപത്തിന് വാവയെന്ന് വിളിക്കണം. അപ്പൊ അവിടെ നിന്ന് ഞാൻ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നിട്ടും എനിക്ക് അങ്ങനെ ഇപ്പൊ എന്നെ അമ്മ വാവയെന്ന് വിളിക്കണില്ലെന്നുള്ളൂ, പക്ഷെ അതുപോലെയൊക്കെ തന്നെ ചെയ്യണത്. എനിക്ക് അങ്ങനത്തെ വലിയ വ്യത്യാസം പറയാം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ബ്രോഡ്ബാൻഡ് ഡോളിനെ വാങ്ങിച്ചതാണ് ഈ അമ്മ. മനസ്സിലായി എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സുരഭി സപ്തമി എന്ന കുട്ടി ചോദിച്ചേക്കാൻ, എന്റെ മോൻ ഇതിലും വലിയതൊന്നും വരാനില്ല എന്ന് തോന്നിയിട്ടുണ്ടോന്ന്. ഇതിലും വലുത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ എടുക്കും, സമ്മതിക്കില്ല കേട്ടോ. സത്യം അനുഭവം ഒന്നുമില്ല അല്ലെ, അവരെ വീട്ടിൽ പോയി അനുഭവം. അതെ, ഇതില് എനിക്ക് മനസ്സിലാവാത്തതാണ് എന്തിനാണ് ഇതൊക്കെ ഒരു അനുഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒന്നാമത് ഫസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തീരുമാനിച്ചൊരു ലവ് മാരേജ് ഡിസൈഡ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഫിക്സിങ്ങിന് വേണ്ടി വന്നപ്പോഴത്തേക്കും അങ്ങനെ പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. രണ്ടുപേർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത നമുക്കൊന്നും അനുഭവങ്ങളില്ല. അതെ. പിന്നെ അടുത്തത് സ്വർണ ഫ്രാൻസിസ്, മരുമകൾ എങ്ങനെയാണ് വീട്ടിൽ? ഡു ഫ്രീഡം എക്സിസ്റ്റ് ബിറ്റ്വീൻ യുവർ റിലേഷൻഷിപ്പ്? ഇത്ര നേരം അതെ, എനിക്ക് നല്ല ഫ്രീഡം കേട്ടോ. എനിക്ക് അമ്മയുടെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയാം. എന്റെ സ്വന്തം അമ്മയുടെ അടുത്ത് പറഞ്ഞതും എന്റെ സ്വന്തം അമ്മ തന്നെയാണ് ഞാൻ പറയാറ്. ഇപ്പൊ നമ്മളുടെ പെറ്റമ്മയുടെ അടുത്ത് എന്റെ അമ്മയുടെ അടുത്ത് എനിക്ക് എന്ത് പറയണം മാതിരി തന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് അമ്മയുടെ അടുത്ത് പറയാം. വെച്ചാൽ എന്റെ അമ്മ കുറെ ഭയങ്കര ഇമോഷണലി കരഞ്ഞു പോകും. അപ്പൊ ചില അതുണ്ടാവും. അപ്പൊ എന്റെ അമ്മ വെച്ചാൽ ചില സമയത്ത് നമ്മളിങ്ങനെ സ്ട്രെസ് ഒക്കെ അടിച്ചിരിക്കുമ്പോ എന്റെ അമ്മയുടെ അടുത്ത് പറയാൻ ശരിയാവും. ബിക്കോസ് അമ്മ എന്നെക്കാളും സ്ട്രെസ് അടിച്ച് കരയാനൊക്കെ തുടങ്ങും. അപ്പൊ എനിക്ക് ആ സമയത്ത് ഒരു സപ്പോർട്ട് കിട്ടുന്നത് അമ്മയുടെ അടുത്ത് നിന്നാണ്. അതാണ് ഒരു സത്യം കേട്ടോ. അപ്പൊ എനിക്ക് ഫ്രീഡം ഉണ്ട്. മരുമോൾ എങ്ങനെ വീട്ടില് ഓവർ ഫ്രീഡം ആണോന്നൊരു സംശയം. അതാണ് മനസ്സിലായി. ആൻസർ കിട്ടില്ല, സന്തോഷമില്ല എല്ലാവർക്കും. Tips from both of you for how to keep a good relationship with mother-in-law and daughter-in-law.
which will be helpful for all, mainly girls like me who will get married soon. കല്യാണം കഴിക്കാൻ പോണ കുട്ടികൾക്ക് നമ്മൾ രണ്ടും കൂടി ഒന്ന് ഉപദേശിക്കാൻ പോകും. ഒന്നുമില്ല, ഉപദേശം ഒന്നും വേണ്ട. കാരണം ആരും ഉപദേശം കൊണ്ട് നന്നാവില്ല. നാച്ചുറൽ ആയിട്ട് ജീവിക്കുക. നമ്മൾ സാധാരണ നമ്മുടെ അച്ഛനും അമ്മയുടെ അടുത്ത് എങ്ങനെയാണോ ജീവിക്കണേ അങ്ങനെ ജീവിക്കുക, അത്രയും. പിന്നെ ഞാൻ മീൻസ് എന്റെ അടുത്ത് കൂടിയാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറയാം, എനിക്ക് നമ്മളൊരു വീട്ടിൽ പോയി കഴിയുമ്പോ 101% നമ്മൾ വീട്ടിൽ കിടന്ന് കാണിക്കുന്ന മാതിരി ഈ വീട്ടിൽ വന്ന് കിടന്ന് കാണിക്കരുത്. ഐ മീൻ ഹസ്ബൻഡിന്റെ വീട്ടില്. അപ്പൊ നമ്മള് എന്തൊക്കെയാണെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വീടാണ്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ എന്തെങ്കിലും കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ നമുക്കിങ്ങനെ പോകെയാണ് എനിക്ക് മനസ്സിലായത് എന്ത് വെച്ചാൽ കുഴപ്പമില്ലെന്ന്. അപ്പൊ നമ്മൾ ആദ്യം വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഒന്ന് സ്റ്റഡി ചെയ്യുക നമ്മളുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് നമുക്ക് ഫ്രീഡം മാത്രമേ രണ്ടുപേരുടെയും മാതിരി നോക്കേണ്ട ആവശ്യമില്ല. എവിടെ പോവുകയാണെങ്കിലും അച്ഛന്റെ അമ്മയുടെ ഭർത്താവിന്റെ ആങ്ങളയുടെ അനിയത്തിയുടെ ആരൊക്കെയുള്ള വെച്ചാൽ അവരുടെ സ്വഭാവം നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് ജീവിക്കും. അത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഈ പറഞ്ഞ മാതിരി അമ്മായിയമ്മമാരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ കാര്യം ഡെഫിനറ്റ്ലി പ്രായത്തിന് മൂത്ത ആൾക്കാരാണ്. അവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ സ്വന്തം അമ്മ പറഞ്ഞ മാതിരി പറഞ്ഞിട്ട് അങ്ങ് വിടുക. അല്ലാണ്ട് നമ്മൾ തിരിച്ചു പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഒരു ഗുസ്തി ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഗുസ്തി അങ്ങോട്ട്, ഇത് എന്ന് ഹസ്ബൻഡ് അങ്ങനെയൊക്കെ അതാണ് അതിന്റെ നമ്മള് പരസ്പരം എങ്ങനെ അത് കാണുന്നു, അല്ലെങ്കിൽ ഒരു മോളെ ഇന്നത് ചെയ്യൂ, അല്ലെങ്കിൽ ഇതുമാതിരി നടക്കൂ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, എന്നോട് അവര് പറഞ്ഞില്ലേ, അങ്ങനെ ചിന്തിച്ചാൽ അവര് ഇങ്ങനെ പറഞ്ഞത് എന്റെ നന്മയ്ക്ക് വേണ്ടി അന്ന് ചിന്തിച്ചാലും വ്യത്യാസം. നമ്മളുടെ അമ്മ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ അമ്മയടുത്ത് യുദ്ധത്തിന് പോകുന്നില്ലല്ലോ. അപ്പൊ ഓക്കെ ശരി എന്ന് പറഞ്ഞ് അങ്ങ് വിടുന്ന മാതിരി തന്നെ, അല്ലെങ്കിൽ എടുക്കാനുള്ള കാര്യങ്ങളാണ് എടുക്കണം, അല്ലെങ്കിൽ വല്ല വിഷമാണെങ്കിൽ അതങ്ങ് വിടുക. നമ്മളെക്കൂടെ ഒന്നില്ലെങ്കിലും ഒരു 10-20 വർഷം മിനിമം എങ്കിലും പ്രായമൂത്ത ആൾക്കാരായിരിക്കും അമ്മായിമ്മമാര്. അപ്പൊ നമുക്ക് അല്ലെ അതെ വിട്ടു പറയാം. അല്ലാണ്ട് നമ്മൾ അതിന് നമുക്ക് തിരിച്ചു പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഒരു വാക്ക് ഇങ്ങോട്ട് വന്നു. അപ്പൊ അതിനൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഇത് കുറെയൊക്കെ നമ്മൾ ഇതിൽ കൂടി കേട്ട് ഇതിൽ കൂടി കളയാം. അങ്ങനത്തെ വീടാണ് വീട്ടം അല്ലെ? അല്ല, എന്ത് വീടായാലും നമ്മൾ പരസ്പരം രണ്ടു കൂട്ടരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ജീവിച്ചാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോ ഞങ്ങള് മാത്രം തന്നെയല്ല, നമ്മുടെ കസിൻസിന്റെ എല്ലാവർക്കും പെൺകുട്ടികളെ കഴിച്ചു കൊടുക്കുന്നത് ചേട്ടന്മാരാണ് കൂടുതൽ. അതെ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു വീട്ടിലും ഒരു പ്രശ്നം ഇന്നത്തെ വരെ ദൈവം സഹായിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അത് ഇതുകൊണ്ടാണ് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും.